എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് നമസ്കാരം. പേർഷ്യൻ മലയാളി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് ഒരു സ്ക്വിഡ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഒരുപാട് സിമ്പിളാണ്, പെട്ടെന്നൊരു 10 മിനിറ്റ്സിൽ ചെയ്തെടുക്കാം. ജസ്റ്റ് അത് ക്ലീൻ ചെയ്ത് വെട്ടിക്കിട്ടുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്താണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളെ കാണിക്കാം എന്തൊക്കെ മസാല ഇട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളത്. അത് ഞാൻ സ്ക്വിഡ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 kg സ്ക്വിഡേ ഉള്ളൂ കേട്ടോ. അത് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത്, ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ഇടുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിരുന്നു, അപ്പോൾ അതൊരു ഇത്രയും ഇടാം. അരച്ചോ ചതച്ചോ നമുക്കിടാമേ. അപ്പോൾ അതിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ, ഒത്തിരി ഇടണ്ട, ഒരു ശകലം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഞാൻ അതിൽ തന്നെ 1 ടീസ്പൂൺ അല്ല, ഒരു ശകലം ഗരം മസാല. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുക. ആൻഡ് ഈ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഹോൾ പെരിഞ്ജീരകം തന്നെ ഇടുവാണ് കുറച്ച്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ് കുറച്ച്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി അധികം ഇടാഞ്ഞ്, ചില്ലി ഫ്ലേക്സ് വേണ്ടാത്തൊരു കുറച്ച് മുളക് പൊടി കൂടുതലിടണം. അപ്പോൾ ഇതും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലിടാൻ പോകുന്നത്, ഇത് എല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ട്, മസാലയെല്ലാം ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടി ഞാനൊരു ശകലം അരിപ്പൊടിയും കൂടി ഇടുക. നമ്മുടെ ഇടിയപ്പപ്പൊടിയാണ്, ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഇടിയപ്പപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ടു. ഇതിലേക്ക് നമുക്ക് ഇടേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മറന്നുപോയി, ഉപ്പ്. നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടണം. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതിൽ ഒരു വെള്ളമയം ഉണ്ട് ഓൾറെഡി. സോ ചെറുതായിട്ട് ഞാൻ ഇച്ചിരി വെള്ളമയം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അരിപ്പൊടി ഇട്ടെന്ന് എന്തിനാന്ന് വെച്ചാൽ, അരിപ്പൊടിയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലവറും ഇടാൻ വേണമെങ്കിൽ. ഈ മസാല എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് ബൈൻഡ് ആവും. പ്ലസ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവല്ലേ, അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ അരിപ്പൊടിയുടെ ഇതുകൊണ്ട് ഒരു കുറുമുറ ക്രിസ്പിനെസ് വരുമേ. അതിനാണ് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഇടുന്നത്. താല്പര്യമില്ലാത്ത ഇടണ്ട കേട്ടോ, താല്പര്യമില്ലാത്ത ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും ടേസ്റ്റ് കാണും, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല മസാല എല്ലാം നന്നായി നന്നായിട്ട് പിടിച്ചിരിക്കുകയാണിപ്പോൾ. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ആദ്യം നിന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കറിവേപ്പില എല്ലാം വെള്ളമായതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് അടയ്ക്കുക. നമ്മൾ കഴുകിയെടുത്ത കറിവേപ്പില അല്ലേ, അപ്പം ഒരുപാട് വെള്ളം തെറിക്കും, ദേഹത്തൊക്കെ എണ്ണ തെറിക്കും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്തതാണ്. ഈ സ്ക്വിഡ് എല്ലാവരും പറയാറുണ്ട്, കൊച്ചിലേമോല് കേൾക്കുന്നതാണ്, ഇത് അധികം വെന്താൽ ഒരുമാതിരി റബ്ബർ പോലെ ആയിപ്പോവും. സോ നമ്മൾ അധികം വേവിക്കണ്ട, ഒരു സൈഡ് ഒരു 3-4 മിനിറ്റ് നല്ല തീയിൽ വേവിക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും അത്രയും തന്നെ ഒന്ന് വേവിച്ചെടുക്കുക.
ഇതിപ്പോൾ ഞാൻ മസാല പുരട്ടി ഇമ്മീഡിയറ്റ്ലി തന്നെ വറുത്തേ. പക്ഷെ നിങ്ങൾ വെക്കുമ്പം നിങ്ങൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും അതിനൊന്ന് മസാല പുരട്ടി മാറ്റി വെക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് എടുത്ത് വെച്ചാലും മതി. അത് പെട്ടെന്ന് പിടിക്കും മസാല. എന്നിട്ട് വറുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, മസാല കുറച്ചുകൂടെ നന്നായി പിടിക്കും. ഇതിപ്പോൾ ഒരു സൈഡ് ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പതിയെ തിരിച്ചിടുക. ഒത്തിരി സമയം എന്തായാലും ഇത് റബ്ബർ പോലാവും ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനൊന്ന് തിരിച്ചിടുക ഒരു സൈഡ്. ഇപ്പം പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിനൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായി ഓൾമോസ്റ്റ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്ക്വിഡ് ഫ്രൈ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേവിച്ചാൽ ഇത് റബ്ബർ പരുവാവും. അപ്പം ഞാനൊരു മാക്സിമം ഒരു 5-6 മിനിറ്റ്സ് കൂടുതൽ വേവിച്ചിട്ടില്ലേ. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ മസാല എല്ലാം മൊരാന്നായിട്ടുണ്ട്. ആൻഡ് സ്ക്വിഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. നമ്മുടെ സ്ക്വിഡ് ഫ്രൈ റെഡിയായേ. നമ്മുടെ സ്ക്വിഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസിയാണ് കണ്ടില്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഉപ്പുമൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ച് അങ്ങനെ വറുത്തെടുത്താൽ ഇതിന് നല്ല ടേസ്റ്റാണ്. ഒരു കുഴപ്പമില്ല കഴിക്കാനായിട്ട്. ബട്ട് ഇതൊക്കെ കൂടി ഇട്ട് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് നല്ല ഇതായിരിക്കും കഴിക്കാനായിട്ട്, നല്ല രുചിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അറിയാമല്ലോ, പേർഷ്യൻ മലയാളി. അപ്പം ഞാൻ ലിഡിയ. ഇപ്പോൾ ഐ ആം സൈനിങ് ഓഫ്. സോ അൻറ്റിൽ ഐ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ വ്ളോഗ്, വിത്ത് എ ന്യൂ റെസിപ്പി ഓർ വിത്ത് സംതിങ് എൽസ്. എപ്പോഴും നമ്മൾ റെസിപ്പി അല്ലല്ലോ, ചിലപ്പോൾ നമ്മൾ വെളിയിൽ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ല നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എപ്പോഴും മാക്സിമം വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. So this is me, Lydia, signing off, and until we meet next time, bye bye, see you, take care, bye from Persian Malayali, bye bye. And recipe try ചെയ്ത് നോക്കണം കേട്ടോ, മറക്കല്ലേ. Bye bye.